നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓസ്ട്രേലിയയിൽ കാട്ടുതീയും ഉഷ്ണവാതവും ക്രമാതീതമായി പടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 അഗ്നിരക്ഷാ പ്രവർത്തകരടക്കം 3 പേർ മരിച്ചു, 12 പേർക്ക് പരിക്കേറ്റു. കാട്ടുതീയിൽ മാസങ്ങൾക്കിടെ 9 പേരാണ് ഓസ്ട്രേലിയയിൽ കൊല്ലപ്പെട്ടത്. 700 വീടുകളും ദശലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയും കത്തി നശിച്ചു. പെർത്തിനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി കാട്ടുതീ പടരുകയാണെന്ന് റിപ്പോർട്ട്. തെക്കൻ ഓസ്ട്രേലിയയിലെ 3 സംസ്ഥാനങ്ങളിലായാണ് കാട്ടുതീ ഇപ്പോൾ പടർന്നത്. 2 അഗ്നിശമന സേനാ പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനത്തിനിടെ കൊല്ലപ്പെട്ടത്. ജെഫ്രി കീറ്റൺ, ആൻഡ്രൂ ഒഡെയർ എന്നിവരാണ് ട്രക്കിൽ യാത്ര ചെയ്യവേ മരം വീണ് മരിച്ചത്. ഇതിനിടെ ഒരു പ്രദേശവാസിയും 15 വീടുകളും കാട്ടുതീയിൽപ്പെട്ടു. ഇതുവരെ 23 സേനാംഗങ്ങൾക്കും നിരവധി പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. മൊത്തം ഓസ്ട്രേലിയയിൽ 1 ലക്ഷത്തോളം ഏക്കറാണ് കാട്ടുതീയിൽപ്പെട്ടത്. ഇപ്പോൾ കനത്ത പുക പടർന്ന് സിഡ്നി അടക്കമുള്ള നഗരങ്ങളിലെ അന്തരീക്ഷം മലിനമാണ്. ദക്ഷിണ ഓസ്ട്രേലിയയിലാണ് കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചത്, ഒരാളെ കാണാതായി. തീ അണയ്ക്കുന്നതിനിടെ അഗ്നിരക്ഷാ സേനയിലെ 4 അംഗങ്ങൾക്കും 3 പോലീസ് ഓഫീസർമാർക്കും പരിക്കേറ്റു. സിഡ്നി നഗരത്തിൽ നിന്ന് 100 കിലോമീറ്ററോളം അകലെയുള്ള ബെക്സറ്റണിലാണ് 2 മരണം റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ അഗ്നിരക്ഷാ സേനയുടെ വാഹനം മരത്തിൽ ഇടിക്കുകയായിരുന്നു. കാട്ടുതീ നിയന്ത്രിക്കാനാവാത്ത വിധം ഗ്രാമീണ മേഖലകളെയും നഗരപ്രാന്തങ്ങളെയും ഒരുപോലെ ബാധിച്ചിരിക്കുകയാണെന്നും ന്യൂ സൗത്ത് വെയിൽസ് അഗ്നിശമന സേനാ കമ്മീഷണർ ഷെയ്ൻ ഫിറ്റ്സിമോൺസ് അറിയിക്കുകയുണ്ടായി. വിവിധ മേഖലകളിലെ തുറസായ പ്രദേശങ്ങളിൽ തീ അതിവേഗം പടർന്നു കയറുകയാണെന്ന ആശങ്കയാണ് സിമോൺസ് പങ്കുവച്ചത്. അഗ്നിബാധ അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. 47 ഡിഗ്രി ചൂടിലേക്ക് ന്യൂ സൗത്ത് വെയിൽസ് താപനില ഉയർന്നതായാണ് വിവരം. കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ്. ഉഷ്ണവാതത്തെ തുടർന്ന് ന്യൂ സൗത്ത് വെയിൽസിൽ അധികൃതർ 7 ദിവസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. റെക്കോർഡ് ചൂടാണ് ഓസ്ട്രേലിയയിൽ പലയിടത്തും അനുഭവപ്പെട്ടത്. ന്യൂ സൗത്ത് വെയിൽസിൽ ബുധനാഴ്ച 41.9 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. വെള്ളിയാഴ്ച രാജ്യത്തുടനീളം താപനില 40 ഡിഗ്രി കടന്നു. ഉഷ്ണവാതം തുടർന്നാൽ താപനില 47 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താമെന്ന് മുന്നറിയിപ്പുണ്ട്. 5 വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ ചൂടാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. നവംബർ മുതൽ രാജ്യത്തിന്റെ പല ഭാഗത്തും പടരുന്ന കാട്ടുതീ നിയന്ത്രിക്കാനാകാത്തതാണ് പ്രധാന കാരണം. കഴിഞ്ഞ 2 വർഷമായി ഓസ്ട്രേലിയയിൽ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനമാണ് കാട്ടുതീക്ക് കാരണമായി വിദഗ്ധർ പറയുന്നത്. കാട്ടുതീ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിലെ യാത്രക്കാർക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് യാത്രകൾ താൽക്കാലികമായി മാറ്റിവെക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഓസ്ട്രേലിയക്കാരുടെ അവധി ആഘോഷങ്ങൾക്കും വിനോദയാത്രകൾക്കും നിർദ്ദേശം വിലങ്ങ്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലായി തുടരുന്ന 100 കണക്കിന് തീ അണയ്ക്കാനുള്ള ശ്രമം അഗ്നിശമന സേനാ വിഭാഗം ഇപ്പോഴും തുടരുകയാണ്. 3ഇടങ്ങളിലെ തീ അനിയന്ത്രിതമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. കനത്ത ചൂടും ശക്തമായ കാറ്റും കാട്ടുതീ പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി അഗ്നിശമന സേനാംഗങ്ങൾ പറഞ്ഞു. ഇതിനിടെ കാട്ടുതീ വൻ നാശം വിതയ്ക്കുന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ അവധിക്കാല വിനോദയാത്ര വെട്ടിച്ചുരുക്കി രാജ്യത്ത് മടങ്ങിയെത്തി. കാട്ടുതീയുടെ ദുരന്തം നേരിടാനുള്ള ശ്രമങ്ങൾക്കിടെ അവധിക്കാലം ചെലവിടാൻ വിദേശത്ത് പോയതിൽ പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പ് പറയുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.